won't have to walk this road alone. Oh, my yesterdays and my tomorrows, all my laughter and my sorrow. Yeah, your heart is the only one I know. Oh, till the stars fall out of the sky and the rivers, they all run dry. Baby, you're mine, only one. Till the silver that runs through our hair, don't you know that I'll always be there? Baby, I swear, till my days on this earth are done, you're the only one.
സമ്മത തിരുക്കർമ്മം നടത്താൻ സാക്ഷികൾ ആന്റണിയുടെ ഭാഗത്ത് വിനിലയുടെ ഭാഗത്ത് ഓരോ സാക്ഷികൾ മുൻപോട്ട് വരിക. നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്ത നമ്മുടെ സമാധാനവും ജീവനോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ നൽകുന്ന ക്രൈസ്തവ യുവാക്കൾ അതിനായി പരസ്പര സമ്മതം നൽകുന്ന അവസരത്തിൽ പ്രത്യേക നിവാരണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരായ പിന്നില്ല ഇവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുന്നതിനും പ്രാർത്ഥനയിലും ഹൃദയ ഐക്യത്തിലും തങ്ങളെ തന്നെ വിവാഹത്തിനായി ഒരുങ്ങുന്നതിനും അങ്ങനെ പരിഷ്കാരങ്ങളുടെ പക്വതയോടുകൂടെ വിവാഹത്തെ സമീപിക്കുന്നതിനും ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലോ സ്നേഹമുള്ളവരെ, സഹോദരങ്ങളെ, വിവാഹങ്ങളുടെ ആശങ്കയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പിന്നെയും വിവാഹത്തിനുള്ള സമ്മതം സ്ഥാപിച്ച് അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ സാഹചര്യമായി. വിവാഹം എന്ന ഉദാശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ആന്റണിക്കും ഇവിടേക്കും എന്നും മാതൃകയായിട്ടുള്ള കർഷകനികാമതിന്റെ ജോസഫ് പിതാവിന്റെ ജീവിതമാണ്. ദൈവം ആഗ്രഹിച്ചതനുസരിച്ച് ജീവിച്ച് ദൈവമതത്തിനായിട്ട് കടന്നുപോയി മാനവത്തിന് മാതൃകയായി മാറിയതാണ് കർഷകനികാമതി ജോസഫ് പിതാവ്. അവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, സഹനങ്ങളുണ്ടായി, സന്തോഷത്തിനും ഉണ്ടായി, ദൈവത്തിൻ്റെ കൂടെയായി അനുഭവമുണ്ടായി. അപ്പോഴൊക്കെ അവരെ ആശ്വാസം നൽകിയത്, ആനന്ദം നൽകിയത് ദൈവത്തിൻ്റെ ഭക്തരാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഒരുക്കുമ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലുടനീളം നിങ്ങൾ ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ ഭക്തരാണ്. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുമ്പോഴും നിങ്ങൾ നന്ദി പറയുവാനും നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയുവാനും നിങ്ങൾ ഓടെ ഏറ്റവും വലിയ ആളുകൾ ക്രിസ്തുവിലൂടെ പിതാവിന്റെ മക്കള് ദൈവത്തിന് മുഴുവൻ അവിടുത്തെ സാക്ഷികളുമാകാൻ പറ്റുന്നതാണ്. പിതാവായ ദൈവം അത്യധിക സ്നേഹിച്ചു. അതുകൊണ്ട് ഭക്തിയോടും വിശ്വാസത്തോടുകൂടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ക്രിസ്തുവിൽ ഒരുമിക്കാൻ ഒരുങ്ങുന്ന അങ്ങയുടെ പ്രിയ മക്കൾ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടാത്തക്ക വിധം അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, അങ്ങയുടെ സ്നേഹത്തിന് എന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിൽ സമ്പൂർണ്ണ സന്തോഷം കണ്ടെത്തുവാൻ കുടുംബജീവിതത്തിൽ ഒരുങ്ങുന്ന ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ സ്വരൂപനായ ദൈവമേ, പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിക്കുന്നവരും ഈ സഹോദരങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പോകുന്ന കുടുംബത്തിൽ അങ്ങയുടെ സ്നേഹത്തിന്റെ മകളായ മക്കളോടൊത്ത് സദാ സന്തോഷിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ രസകാരഹസ്യത്തിലൂടെ സഭയെ തന്നെ മണവാട്ടിയായി സ്നേഹിക്കും. അങ്ങേക്ക് സമർപ്പിച്ച രക്തയാഗത്തിലൂടെ വിശദീകരിച്ച് നിർമ്മലമാക്കുകയും ചെയ്തുവല്ലോ. വിവാഹമെന്ന ഉദാശയിലൂടെ ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകും ഇവർ പരസ്പരം ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന് അങ്ങയുടെ മാതൃക സ്വീകരിക്കാൻ
തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, മനസ്സിലും ഹൃദയത്തിലും ക്രിസ്ത്യ കുടുംബത്തിൽ നാട്ടി കേൾക്കുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അന്ത്യം വരെ നിലനിർത്താൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുമല്ല. സ്വർഗസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് ഇന്ന് ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ ചിന്തകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു. പിന്നിലെ വിശ്വാസപ്രകാരം പ്രതിശുദ്ധ പൊതുവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. പിന്നില ഇതിൽ നിന്ന് ആന്റണിയെ കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസപ്രകാരം പ്രതിശുദ്ധ പരനായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. സൂചിപ്പിക്കുന്ന പവിത്രമായ ഞാൻ ആദരിക്കുവാൻ പ്രാർത്ഥിക്കാം. സ്നേഹത്തിനും സമാധാനത്തിനും പ്രഭമായ ഭാവം നിങ്ങളിൽ വസിച്ചു നിങ്ങളുടെ മാർഗങ്ങളിലെയും നിങ്ങളുടെ ഹൃദയങ്ങളെ തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യുവാനാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിനോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പണമായി അനുഗ്രഹിക്കുന്നതാണ്. മഞ്ചാടി പൂനി കണ്ണാടി ചേലോനി ഉള്ളിൽ സൂചിമുള്ളാലെ ഉള്ളിൻ കോർത്ത കണ്ണാലെ നിന്നിൽ കണ്ണു വച്ചേ ഞാൻ ഇന്നലെ നിന്നെ കണ്ട നേരത്ത് ഉള്ളിൽ മേഘമൽഹാറ് മോഹക്കായലാകെ നീലാമ്പല് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത് മഞ്ചാടി
ശിലോനി ഉള്ളിൽ സൂചി മുള്ളാലേ ഉള്ളിൻ കോർത്ത കണ്ണാലേ നിന്നിൽ കണ്ണു വെച്ചേ ഞാൻ ഇന്നലെ നിന്നെ കണ്ട നേരത്ത് ഉള്ളിൽ മേഘമൽഹാര് മോഹക്കായലാകെ നീലാമ്പല് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത് ആദ്യമായിട്ട് നമുക്ക് വധുവിനെയും വരനെയും അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ജോൺ ചേട്ടനാണ്. ഇതാണ് ബില്ലിയുടെ അപ്പച്ചൻ. എവിടെയാണ് ജോലി ചെയ്യുന്നത്? സൗദി അറേബ്യ മെക്കാനിക്കാണ്. കുറെ നാളായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യാണ്. കുടുംബത്തിന് വേണ്ടി കുറെ നാളായിട്ട് കഷ്ടപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ജോൺ ചേട്ടൻ്റെ കയ്യിലെടുത്ത് ചെറിയ കൈ. ഇത് ഓമന ചേച്ചി. ഇതാണ് ശ്രുതിയുടെ ബില്ലിയുടെ അമ്മ. ഹൗസ് വൈഫാണ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് ഞങ്ങളുടെ അങ്കിളാണ്. അങ്കിളാണ് ബില്ലയുടെ അപ്പൂപ്പൻ. അപ്പാപ്പനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അങ്കിള് പാരമ്പര്യമായിട്ടൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഇന്നാള് വരെ വള്ളത്തിൽ പോകുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് പാടില്ല. ചുമയും കാര്യങ്ങളും ശ്വാസം മുട്ടലൊക്കെയാണ്. ഇപ്പൊ വീട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ്. അല്ലെങ്കിലേ സുഖമല്ലേ? ഓക്കെ. ഇത് ആന്റിയുടെ പേര് ഞങ്ങൾ തായമെന്ന് വിളിക്കണം. ഒറിജിനൽ പേര് എന്താണ്? സിബിളെന്നാണ് ഒറിജിനൽ പേര്. ഇത് ബില്ലയുടെ അമ്മൂമ്മയാണ്. അമ്മാവ, ഞങ്ങൾ അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത് അല്ലേ? പിന്നെ ആന്റി ഹൗസ് വൈഫാണ്. ഇടയ്ക്കൊക്കെ ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോകും. തൊഴിലുറപ്പിന് പോകാറ് അല്ലേ? ഇത് സൂരജ്. ശരിക്കുള്ള പേര് അവരിപ്പോ പറയണ്ട. ശരിക്കുള്ള പേര് കബിയാൻ മോറോസ്. അത് തിരിക്കാനില്ല. നമ്മളെ അപ്പാപ്പനും അപ്പന്റെ അപ്പനും അമ്മയുടെ അപ്പനും ഉള്ള പേരാ. ഞങ്ങളുടെ കൂട്ടിയാണ് എടുത്ത്. ഈ ലുക്ക് പോലെ തന്നെ പേര് ടെററാണ്. അതാണ് പ്രത്യേകത അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ബില്ലിയുടെ കുടുംബാംഗങ്ങള്. ഇനി ആന്റി റീസിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. ഞാൻ പരിചയപ്പെടണം. നമുക്ക് അതിലേക്ക് കടക്കാം. അത് നമുക്ക് അമ്മച്ചിനെ വിളിക്കാം. ഒന്ന് കൈയടിച്ച് അമ്മച്ചിക്ക് വേണ്ടി. നിങ്ങൾ പോരാണ്ടാ, പവർ പോരാ. നമ്മളത് കൈയടിച്ച് അമ്മ വേറെ സൗകര്യം മതി. ഇത് ആന്റണിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും മോനുമാണ്. ചേച്ചി എബ്രോഡാണ്. സൗകര്യങ്ങൾ മൂലം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ പരിചയപ്പെടുത്തും. എന്റെ പേര് അക്ഷയനാണ്. ആന്റണിയുടെ അളിയനാണ്. പേര് സൈ. എല്ലാരെയൊക്കെ പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി ഞാനാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാൻ പാടില്ല. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ ഒരു സന്യാസ വൈദികനാണ്. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരാണ് സർവീസ് ചെയ്യുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ ചേച്ചിയാണിത്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ചേച്ചിയുടെ മോൻ്റെ മോളാണ് ശ്രുതി. പിന്നില്ല, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ
അതൊക്കെ തന്നെ, അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ താങ്ക് യു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയത് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ 2 പിള്ളേരുണ്ട് കമന്റ് ചെയ്യാൻ വേണ്ടി. അവരാദ്യമായിട്ടാണ് ചെയ്യണം. അപ്പൊ കുറച്ച് പേടിയുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ ഇനി കുറച്ച് നേരം അവരെ സഹിക്കണം. ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇടയ്ക്കൊക്കെ പറയുമ്പോൾ കയ്യൊക്കെ അടിച്ചു കൊടുത്തേക്കണം, ഓരോന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ ഒഴുകി ഒഴുകി ഇന്നുമെന്നോട് കുഴയാ നീഹാരമണിയും നീലാമ്പലികളായി കണ്ണോട് ചേരും നീയാരോ നെഞ്ചോരം ചായും നീ ശ്വാസമായി മായാതെ രാഗങ്ങളുണരുകയാ കിനാവിലെ
எவடுவாவி கொடி மேல என்ன காய போட்டாடா அள்ளித்தான் பட்டாம் பூச்சி தந்தாலே ஏ கொள்ளத்தான் கொண்டு வந்த கண்ணாலே அந்த அச்சு வெள்ளம் எனக்கு வேணும் அங்காடி அவளை வச்சுக்கிட்டு வணங்க வேணும் அங்காடி ஏ வஞ்சி வந்தா போதும் அட கஞ்சி கூட வேணாம் ஏ பச்சை கிளி போதும் ஒரு பஞ்சு மத்த வேணாம் ஏ உப்பு கல்லு கூட இப்ப சக்கரையா போச்சு நான் நிம்மதியா தூங்கி அட 10 நாள் ஆச்சு பள்ளி தந்தானே வெக்கப்படும் போது என்ன வெட்டி புட்டு போறா பக்கத்துல வந்தா நான் வேணே 100 காம்ப சாட்ட நானும் ஏ சுத்தி தானே மாறேன் என்ன கண்டுக்கிட்டா போதும் நான் கட்டிக்கிறேனே ஏ புத்தகத்தை பார்த்தா வாந்தி எடுக்கிறேன் அந்த பொண்ணை பார்க்க 4 வேலை குளிக்கிறேன் அழகான சதிகாரியால கொண்டு போராடா எவடுவாவி கொடி மேல என்ன காய போட்டாடா சதிகாரியால கொண்டு போராடா எவடுவாவி கொடி மேல என்ன காய போட்டாடா அள்ளித்தான் பட்டாம் பூச்சி தந்தாலே
ദാഹമിന്നും മാറിടാതോർമ്മയിൽ കാലവർഷം പോലെ പെയ്തു നീരൊഴുക്കായി മാറി ഞാൻ. ഓമലാളെ നിന്നെ മാത്രം തേടി ഞാൻ. കുളിരായതാ ഈ മൃദുടലിന് ചിറകിന തൊടാൻ പൊതിയുവാൻ വരും. അതിവരുമോ പുഴയിലലയിൽ ചൊഴിയായി കഴിയുവാൻ പകലിരവുകളിൽ
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുവിനെയും മിന്നിനെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിച്ച കാരുണ്യത്തിലേക്ക് ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനെയും നാഥ എന്നേക്കും. താനാലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോട് സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവേ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുവിനെ അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം മാധുര്യപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംതൃപ്തമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും. മണവാള ചെറുക്കന് മധുരം വെച്ചോടെ. മണവാള ചെറുക്കന് മധുരം വെച്ചോടെ. തിരുവുള്ളം ഉണ്മയെടുന്ന
പൂമാര നിന്നുള്ളിൽ നിന്നാര മാനാണോ മീനാണോ കൈ തന്ന പെണ്ണാണോ പൂവാടി കുമ്പിളിൽ ഉദിച്ചൊരമ്പിളി പോലാടി കരളിനുള്ളിലെ കരിമ്പ് തുണ്ടല്ലേ ചിരിക്കുമ്പോ വിരിഞ്ഞു നിൽക്കണ പൂവാടി നിറച്ച കുമ്പിളിൽ ഉദിച്ചൊരമ്പിളി പോലാടി കരളിനുള്ളിലെ കരിമ്പ് തുണ്ടല്ലേ സെറ്റാണ്, ഒന്നും പേടിക്കണ്ട. അളി ഞെട്ടിയിരിക്കും. അവളാകെ തുടുത്തിരിക്കണ് കൊതിച്ചിരിക്കണ് നിനച്ചിരിക്കണ് കസവാണ് ഉടുത്തൊനിക്കണ് അടുത്തതെന്നാണ് അളിയാ സംഭവം പൊളിച്ചില്ലേ? ഞങ്ങളുടെ കൊല്ലായിരുന്നില്ലേ എന്തിഷ്ടായില്ലേ? പൊളിത്ര മനജ നമ്മുടെ പ്ലാൻ വർക്കായി. അളിയൻ ആക്ച്വലി ശുദ്ധനാണ്, വളരെ പാവം അല്ലേ ചേച്ചി? കരളിനുള്ളിലെ കരിമ്പ് തുണ്ടല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യാംശത്തെ പുരുഷൻ സ്ത്രീയെ സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നള്ളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയെ അഹോയെ സൃഷ്ടിച്ച നൽകുകയും അവർ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിയാകാൻ പോകുന്ന ഞങ്ങളുടെ അനുവിനെയും വിനിലെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണവിരുന്നിൽ സംബന്ധിച്ച് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാകുലങ്ങൾ ആശിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാറിയ യോസേപ്പ് പിതാവേ, ദൈവപിതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാകമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തോളണമേ. ആമേൻ. നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി, തൻ്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ
നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും സത്യമണാള സുന്ദരനി പ്രിയനാഥനി സദയമിഴുന്നുകനി പ്രിയകാന്തയെ വേൽക്കാം. സത്യമണാള സുന്ദരനി പ്രിയനാഥനി സദയമിഴുന്നുകനി പ്രിയകാന്തയെ വേൽക്കാം. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലക്ഷിതേ മണവാട്ടി സഭയെ വരുന്നി അവനോടു ചേർന്നിടുവാ. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലക്ഷിതേ മണവാട്ടി സഭയെ വരുന്നി അവനോട് ചേർന്നിടുവാ. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും. അഗ്നിസമം അതിശോഭിതനാം മശിഹാവിൻ മണവാളൻ അവനോടു ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. അഗ്നിസമം അതിശോഭിതനാം മശിഹാവിൻ മണവാളൻ അവനോട് ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. സത്യമണാള സുന്ദരൻ പ്രിയനാഥനേ സദയമി. ബിനിലാസിസ്ലിയുടെ വിവാഹ കർമ്മത്തിന് സാക്ഷികളാകാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ടാണ് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിലായിരിക്കുക. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകിച്ച് ഇതിൻ്റെ മാതാപിതാക്കളെയും മറ്റെല്ലാവരെയും ചെല്ലാനിൽ നിന്നും മറ്റു വന്നിരിക്കുന്ന ബന്ധുമിത്രങ്ങളെയൊക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 3 വൈദികർ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പോൾ പടയാളിയച്ഛൻ നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയച്ഛനാണ്. അച്ഛനാണ് നമ്മുടെ കുർബാന അർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. വിവാഹമെന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് ജേക്കബ് കൊഴിവള്ളി അച്ഛനാണ്. അച്ഛനും നമ്മുടെ മുൻ വികാരിയച്ഛനാണ്. വടക്കൻകാർക്ക് ഇവർ രണ്ടുപേരെയും ഒരുപാട് പരിചയമുണ്ട്. പിന്നീട് ബന്ധുവായിട്ടുള്ള ജെയ്സൺ അച്ഛൻ കോട്ടപ്പുറത്തു നിന്നാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ
അച്ഛൻ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം നൽകും. പോളച്ചനെയും ജേക്കബച്ചനെയും ജയ്സനച്ചനെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവ് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ ഭയവും ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായി ഇരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വിവാഹമെന്ന കൂതാശ വഴി ജീവിതം
ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടാമെന്ന് തീരുമാനിച്ച് ഈ അൽത്താരമത്തിലായിരുന്ന ആന്റിയോസ് പിന്നിലാണ്. ആദ്യം അങ്ങയുടെ അട്ടപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹം ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരിവർത്തനം ചെയ്യാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ വിവാഹം സംഭവം ചെയ്യണമേ. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സാക്ഷികൾ ആന്റണി മിശിഹായുടെ നിയമവും തിരിച്ചുടർമ്മനുസരിച്ച് സ്വന്തത്തോടും സമൂഹത്തോടും കൂടി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരിച്ചുടർമ്മനുസരിച്ച് സ്വന്തത്തോടും സമൂഹത്തോടും കൂടി ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹത്തോടെ സാക്ഷ്യമാകും. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിപരമായി പരസ്പരം വലത് അബ്രാഹമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെയും കൂടി നയിക്കുവാൻ നമ്മുടെ വിശ്വസിക്കാറുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നേഹത്തിന് വധുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ ആശ്രദിക്കണമേ. ഐക്യതയുമായി അഭ്യർത്ഥമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശുദ്ധമാകട്ടെ. ജീവിതമുണ്ടാവുന്ന പൈസകൾ സന്തോഷത്തോടെ സഹിക്കുവാനും ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായി ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുപോലെ വിശുദ്ധമായി ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ നിഷ്കളങ്കമായി പരസ്പരണിയിക്കുന്ന ഈ മോചനങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാകരത്തിന്റെ മനുഷ്യാത്മാവിനെ ലഭിക്കുന്ന കാരണവാനായ ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിങ്ങൾ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എന്റെ മണവാട്ടിയായ പരിശുദ്ധമേ, മഹത്വത്തിൽ ചേർത്തായി ലോകത്തിൽ സ്ഥിരരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വം പണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കതിരുകളേറുന്നു തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളേറുന്നു തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. സാക്ഷികളായി പാവനമംഗല്യം ആദ്യം വരികയിലേ ആദിമദമ്പതിമാർ. വാനവ സാക്ഷികളായി പാവനമംഗല്യം ആദ്യം വരികയിലേ ആദിമദമ്പതിമാർ. ആദിമദമ്പതിമാർ പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ പാവനമരുളുന്നു മഞ്ചുളവാണികളാ മംഗളമരുളുന്നു. നവദമ്പതിമാരെ പാവനമരുളുന്നു മഞ്ചുളവാണികളാ മംഗളമരുളുന്നു മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ രണ്ടുപേരും ഉച്ചസ്ഥലത്തിൽ
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. എപ്പോഴും നിങ്ങൾ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധിയും അവിടെ നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാർഗം നയിക്കുന്നതിനും അവിടെ ഞങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ നിബന്ധനയിൽ ആരാധന സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ കനിവിൻ്റെ കൂദാശയേ ദിവ്യകാരുണ്യമേ സ്നേഹമേ ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ കനിവിൻ്റെ കൂദാശയേ ദിവ്യകാരുണ്യമേ സ്നേഹമേ കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കൊതിച്ചെന്നാൽ കൂടെ വസിക്കും കൂട്ടം പിരിഞ്ഞാലോ തേടി വരും കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും കൂട്ടം പിരിഞ്ഞാലോ തേടി വരും തേടി വന്നിടിലോ തോളിലേറ്റും തോളിലെടുത്തവനും നൽകും തേടി വന്നിടിലോ തോളിലേറ്റും തോളിലെടുത്തവനും നൽകും ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ
കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. First of all, let us all wish them a very happy married life, and I invite you both to the stage. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാനേശു എൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ. കല്യാണം തുടക്കത്തിവർക്കല്ല, ലൈഫിൽ ഫുള്ള് നിങ്ങൾ കൊണ്ടു നടക്കണം ഈ ഒരു സ്വീറ്റ്നെസ്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ ഇനി ഷോൾ ചേട്ടാ, വൈൻ്റെ ടേസ്റ്റ് എങ്ങനെയാ? വൈൻ്റെ ടേസ്റ്റ് എങ്ങനെയാ? എന്തൊക്കെ ടേസ്റ്റ് കൂടി ചേർന്ന വൈനിന്? മധുരം, ചെറിയ പുളിപ്പ്, കയ്പ്പ്. അപ്പൊ വൈനിന് ചെറിയൊരു മധുരമുണ്ട്, ഒരു പുളിപ്പുണ്ട്, ഒരു കയ്പുണ്ട്. നമ്മുടെ ലൈഫ് ഇതുപോലെ തന്നെയല്ലേ? ആദ്യം കുറച്ച് സ്വീറ്റ്നെസ് കാണും, പിന്നെ കുറച്ച് കയ്പ് കാണും, കുറച്ച് പുളിപ്പ് കാണും, ഇതെല്ലാം ഉള്ളതാണ് നമ്മുടെ ലൈഫ്. സോ അതുപോലെ വൈൻ പോലെ ഇത്രയൊക്കെ പുളിപ്പും മധുരവും കയ്പും ഒക്കെ എന്തൊക്കെ പോലും കാലം കൂടുന്തോറും ആഴം കൂടുന്ന ദാമ്പത്യം ഇവർക്ക് ആശംസിച്ചുകൊണ്ട് I invite Anton and Vinna Chechi to toast this wine to a brand new life. ആഹാ ഞാൻ എത്ര ഭാഗ്യവാനേശു എൻ ജീവനെ. കാനായിലെ
കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരിനീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരിനീരാ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ വാകുരുവികളെ വരുകുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ രാഗം മംഗളരാഗം രാഗത്തിലായിരം ഗാനം ഗാനം സംഗമഗാനം ഗാനത്തിനായിരം വർണ്ണം ഏഴല്ല നിറമതിനേഴല്ല എഴുപതല്ല നൂറ് നൂറ് വർണ്ണമഴ വില്ലുകൾ വിരിഞ്ഞൊരഴക ചുവടുവച്ചു പാടാം ആ ഗാനം മനസ്സ് കൊണ്ട് നേരാം ആശംസ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം പോരാ താളങ്ങൾ പോരാ ചേലത്ത കുഴൽ വീളി പോരാ മിന്നൽ ചിലമ്പൊലി വേണം മഴമുകിൽ തകിലടി വേണം നാളത്തെ ദിനങ്ങളെ ഒരുമിച്ചൊരുമിച്ചൊരു മനസ്സുമായി എതിരിട്ട് ജയിച്ചു വരുവാ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം
ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഉള്ളം തുടിക്കണ് കണ്ണ് തിരയണ് ചെമ്പാവു ചോപ്പുള്ള പെണ്ണാണ് പെണ്ണാണ് അകന്നാണ് അചേലാണ് കാത് കാതോർക്കണ് ചൂട് ചാഞ്ചാടണ് പുഞ്ചിരി ചാന്തിട്ട പെണ്ണാണ് പെണ്ണാണ് അകന്നാണ് എന്റെ ചേലാണ് കന്നിനീലാവിന്റെ വെട്ടം വിതരണ കിന്നാരം തൂവണ ചിരിയാണ് ചിരിയാണ് മിന്നാണ് അഴകാണ് കാറ്റിലിളകണ കാക്കാത്തിപ്പൂവിന്റെ പട്ടിഴ നീല നിറവാണ് നീയാണ് പൊന്നാണ് തേനാണ് ഇന്നീ മാറനിവനോ കാത്തിരിക്കണ മാടപ്രാവുത്ത പെണ്ണാണ് വിണ്ണാണ് മണ്ണാണ് പൂവാണ് മണമാണ് കാവാണ് കാറ്റാണ് കാവിലെരിയണ തീയാണ് കാവിലെരിയണ തീയാണ് ഇന്നീ മാറനിവനോ കാത്തിരിക്കണ മാടപ്രാവുത്ത പെണ്ണാണ് നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ നിറങ്ങൾ നീരാടും കനവായിരം നെയ്തു ഞാൻ നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുണി മീട്ടും പെണ്ണെ കൊഞ്ചി വന്നടയും ഈ തെന്നലിൻ മുന്നിലായി നാണം കുടുങ്ങുന്ന പൊന്നെ നിലാവിളക്കുകൾ തെളിഞ്ഞൊരു മാനം നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഖം നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും നിലാവിളക്കുകൾ തെളിഞ്ഞൊരു മാനം നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഖം നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും നിനക്കായി സ്നേഹത്തിൻ
மனசு ஆடும் மயிலாட்டம் ஒன்ன நினைச்ச நேரம் நெஞ்சில் மலரும் பூந்தோட்டம் கரைகளை உடைத்திடும் நதியே கனவினில் தினம் மறுபடியே இறைவனும் எழுதிய விதியே பனி விழும் மலர் வனக்கிளியே சரிகம பத நிச ஸ்வரங்களும் நீயே இதழ்களில் பரவிடும் பரவசம் நீயே நழுவுது மனம் இது நவரச தினம் இனி தினம் தினம் புது புது சுகம் சுகமே ஒன்ன பார்த்த நேரம் மனசு ஆடும் மயிலாட்டம் ஒன்ன நினைச்ச நேரம் நெஞ்சில் மலரும் பூந்தோட்டம் தம் 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 நிதம் மனசுக்குள்ள உந்தன் முகம் தம் 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 சுகந்தம் கனவுக்குள்ளே வீசும் மனம் அடிவான் நிலா இனி தேன் நிலா தித்திக்கும் தேனில் பலா சுகம் கண்ணிலா தொடும் கையிலா நெஞ்சுக்குள் காதல் விழா சுட சுட பரவிடும் சுகங்களும் நீயே தவமின்றி கிடைத்திடும் வரங்களும் நீயே மயக்கங்கள் வரும் புது தயக்கங்கள் தரும் இனி தினம் தினம் புது புது சுகம் சுகமே